നമസ്കാരം. സ്വന്തമായി നിവർന്നു നിൽക്കാനുള്ള ശേഷിയില്ല. ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള തണ്ടല്ലു ബലമില്ല. ഒരൊറ്റ സൈന്യത്തോട് പോലും പൊരുതി ജയിച്ച ചരിത്രമില്ല. ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ തിരിഞ്ഞോടാനല്ലാതെ സൈന്യത്തിന് പോലും ഒരു ചുക്കും ചെയ്യാൻ അറിയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പാകിസ്ഥാൻ സൗദിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു കഴിഞ്ഞു. ഇസ്രയേലോ മറ്റോ ഖത്തറിനെ ആക്രമിച്ചതുപോലെ സൗദിയുടെ നേർക്ക് വന്നാൽ ഞങ്ങൾ നിലം തൊടിയിക്കില്ല എന്ന്. പാകിസ്ഥാൻ തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യയുടെ കാലു പിടിച്ചു. താലിബാൻ ആക്രമിക്കാൻ വന്നപ്പോൾ അവരുടെ കാലു പിടിച്ചു. അങ്ങനെ കാലും കൈയും ഒക്കെ പിടിച്ചും മാപ്പു പറഞ്ഞുമൊക്കെ ഒരു വിധത്തിൽ നീന്തി കര കയറിയിട്ട് പിന്നെയും ബോധവും വിവരവും ഇല്ലാതെ ആക്രമിക്കാൻ ചെന്ന് പണി ഇരന്നു വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ സൗദിയെ രക്ഷിക്കുന്നത്. അത് വിശ്വസിച്ച സൗദി ഇത്രയും വലിയ പൊട്ടന്മാരാണോ എന്നാണ് അറിയാത്തത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനും ഇന്ത്യയെ തിരിച്ചടിക്കാനും ട്രംപിന്റെ പാദസേവ ചെയ്യലായിരുന്നു ആദ്യ പണി. എന്നാൽ ട്രംപ് തന്നെ റഷ്യൻ കരാറിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞിട്ട് മോദി ഭീഷണിയുടെ സ്വരം വേണ്ട എന്ന കടുംപിടുത്തത്തിൽ നിൽക്കുമ്പോൾ പിന്നെ ട്രംപിന്റെ കാലു പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പാകിസ്ഥാനികൾക്ക് ബോധ്യമായപ്പോഴാണ് എങ്കിൽ പിന്നെ സൗദി അറേബ്യയുമായി കരാർ ഒപ്പിടാനുള്ള തീരുമാനത്തിലെത്തിയത്. അന്ന് പാക്കുകൾ എന്തൊക്കെ വീരവാദങ്ങളാണ് അടിച്ചിറക്കിയത്. ഒന്ന് തൊട്ടു നോക്കു ഞങ്ങളെ, നിന്നോടൊക്കെ സൗദി ചോദിക്കുമെടാ എന്നായിരുന്നു അന്നത്തെ വെല്ലുവിളി. എന്നിട്ടിപ്പോൾ കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ ആട് കിളന്നിടത്തൊരു കൂട പോലുമില്ല എന്ന സ്ഥിതിയിലായി കാര്യങ്ങൾ. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രതിരോധ കരാർ ഏറെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ഈ കരാർ സൗദി അറേബ്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പാകിസ്ഥാന് സാമ്പത്തിക സ്ഥിരത നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. കരാറിന്റെ ഭാഗമായി ഏത് ആക്രമണത്തിൽ നിന്നും സൗദി അറേബ്യയെ സംരക്ഷിക്കുന്നതിനായി പാകിസ്ഥാൻ അവിടെ സൈന്യത്തെ വിന്യസിക്കും. ഇതിനു പകരമായി പാക് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി സൗദി വലിയ സാമ്പത്തിക നിക്ഷേപം പാകിസ്ഥാനിൽ നടത്തുകയും ചെയ്യും. 4 കരസേനാ ബ്രിഗേഡുകൾ, 2 വ്യോമസേന സ്ക്വാഡ്രണുകൾ, 2 നാവികസേന കപ്പൽ വ്യൂഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വലിയ സൈനിക വിന്യാസമാണ് പാകിസ്ഥാൻ സൗദിയിൽ നടത്തുക. കൂടാതെ സൗദി അറേബ്യയുമായി സഹകരിച്ച് അത്യാധുനിക വ്യോമ പ്രതിരോധ റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് സ്ഥാപിക്കാനും പാകിസ്ഥാൻ പദ്ധതിയിടുന്നുവെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൈനിക ഉപകരണങ്ങൾ, വെടിക്കോപ്പുകൾ, മോർട്ടാറുകൾ, ടാങ്കുകൾ, ഹ്രസ്വദൂര മിസൈലുകൾ എന്നിവയും പാകിസ്ഥാൻ സൗദി അറേബ്യക്ക് നൽകും. സൗദിയിലെ വിവിധ സൈനിക താവളങ്ങളിലും നഗരങ്ങളിലുമായി പാകിസ്ഥാൻ 25,000 സൈനികരെ വിന്യസിക്കും. ഓരോ പാക് സൈനികനും പ്രതിമാസം കുറഞ്ഞത് 6,000 സൗദി റിയാലാണ് ശമ്പളമായി സൗദി പാകിസ്ഥാന് നൽകുക. ഇത് UN സമാധാന സേനയിലെ ഒരു സൈനികന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ് എന്നതാണ് ശ്രദ്ധേയമായ വിഷയം. സൗദി അറേബ്യയിലെ കമാൻഡ് ഓപ്പറേഷനുകൾക്കായി പാകിസ്ഥാൻ ഒരു 3 സ്റ്റാർ ലഫ്റ്റനന്റ് ജനറലിനെയും 2 മേജർ ജനറൽമാരെയും 8 ബ്രിഗേഡിയർമാരെയും നിയമിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാൻ ഉള്ളതിന് സമാനമായ ചൈനീസ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനുള്ള സൗദി അറേബ്യയുടെ താല്പര്യമാണ് കരാറിന് പിന്നിലെന്നാണ് നിഗമനം. ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ യുദ്ധവിമാനങ്ങൾക്കായി സൗദി ചൈനയുമായിട്ടും ചർച്ചകൾ നടത്തുന്നതായാണ് വിവരം. തങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിനു പകരമായി പാകിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യ, സാമ്പത്തിക, ഖനന, ഊർജ സുരക്ഷാ മേഖലകളിൽ സൗദി അറേബ്യ $10 മില്യൺ നിക്ഷേപിക്കും. എല്ലാ മേഖലകളിലുമായി പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി വ്യാപാരം പ്രതിവർഷം $5 ബില്യൺ നിന്ന് $15 ബില്യൺ സൗദി അറേബ്യ വികസിപ്പിക്കുമെന്നും കരാറിൽ പറയുന്നു. രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നതിനും സഹകരണത്തിനുമായി ഒരു ഹോട്ട്ലൈൻ സ്ഥാപിക്കുന്നതിനും കരാറിൽ ഉൾപ്പെടുന്നു. അതേസമയം മുൻപ് പറഞ്ഞിരുന്നത് പോലെ ഇരു രാജ്യങ്ങളും പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾക്കെതിരെ പരസ്പരം സൈനികമായി സഹായിക്കുമെന്നത് സംബന്ധിച്ച അവകാശവാദങ്ങൾ ഇപ്പോൾ പുറത്തുവന്ന വിശദാംശങ്ങളിൽ ഒന്നുമില്ല. ചർച്ചകൾക്കായി ഒരു ഉന്നത സൗദി പ്രതിരോധ സംഘം ഈ മാസം പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും ഫീൽഡ് മാർഷൽ അസീം മുനീറും ഒക്ടോബർ അവസാന വാരം സൗദി അറേബ്യ സന്ദർശിക്കാനും നിശ്ചയിച്ചിട്ടുണ്ട്. പാക്കുകൾക്ക് ആരെയും രക്ഷിക്കാൻ പോയിട്ട് സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ പോലുമുള്ള ചങ്കൂറ്റം ഇല്ല എന്നത് വാസ്തവം. പക്ഷേ ഇവിടെ പാക്കുകൾ ലക്ഷ്യമിടുന്നത് സൈനികരെ വിന്യസിക്കുന്നത് വഴി പാകിസ്ഥാനിൽ എത്തുന്ന സൗദിയുടെ പണമാണ്. ആ പണം തകർന്നു തരിപ്പണമായി കിടക്കുന്ന രാജ്യത്തിന്റെ വികസനത്തിനും തീവ്രവാദി കുഞ്ഞുങ്ങൾക്ക് മുട്ടയും പാലും വാങ്ങിക്കാനും ചിലവാക്കിയാൽ ഇന്ത്യക്കെതിരെ പിന്നെയും കളിക്കാനുള്ള മൂലധനമായി എന്നത് തന്നെയാണ്. അറബ് രാഷ്ട്രത്തിന്റെ പണവും കൊണ്ട് തിന്നുകൊടുത്ത് ഇന്ത്യയിലേക്ക് തള്ളിക്കയറി വന്നാൽ അതേ സൗദിയുടെ ക്രൂഡ് ഓയിൽ ഒഴിച്ച് മോദി കത്തിച്ചു വിടാതിരുന്നാൽ കൊള്ളാം പാക്കികളെ.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച